കൊടുത്ത് കുഴപ്പമില്ല ഉപ്പല്ലേ യൂണിഫോം ആരെ വാങ്ങിച്ചെന്ന് പൈസ അറിയുന്നത് ഉമ്മ ഉപ്പ ഈ ടെസ്റ്റിന് ഇറങ്ങാൻ ആരെ പൈസ ഉപ്പ ഈ വേൾഡ് റെക്കോർഡിന് ഇറങ്ങാൻ 300 രൂപ ആരെന്ന് എന്നിട്ട് ഉമ്മാക്കും കൊടുത്തിട്ട് പോകുന്നില്ലേ ഉമ്മ ഉണ്ടാ ഉപ്പാരാ ഓ മക്കളെ ഇതിനൊക്കെ അർത്ഥമുണ്ടോ ഇവിടെ നിൽക്കണ നിങ്ങളെ ഇതിൽ ആരും ഹോസ്പിറ്റലിൽ ഉണ്ടോ നിങ്ങൾ അതിൽ ഭർത്താക്കന്മാരുണ്ടോ ഇല്ല ഭർത്താക്കന്മാർ ഇല്ല ആരും വന്നിട്ടില്ലല്ലേ ആ അത് മക്കളെ അവരാരും ഉമ്മാരെയും അച്ഛനമ്മേനെയും ഉമ്മാനെ പാപ്പാനെയൊക്കെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആരാ കൈലാസത്തിനാരാ ആരാ ഹസ്ബൻഡ് അളച്ചനമ്മ ചോദിച്ചിരിക്കില്ല അച്ഛല്ല അച്ഛന്മാരൊക്കെ നേരത്തെ പോവും അങ്ങനെ വാപ്പന്മാരൊക്കെ നേരത്തെ പോവും എങ്ങനെ പോകാണ്ടിരിക്കുക അന്നലക്കുള്ള ലോഡ് സാധനങ്ങളാ അല്ലേ ആരോടെ പറയാ അച്ഛന്മാരുടെ വിഷമം ആരോടെ പറയാ ശരിയാണ് ഇവരും പറയാൻ പറ്റുമോ അമ്മമാരുടെ വിഷമ കുട്ടികൾക്ക് അറിഞ്ഞു കൊടുക്കുള്ളൂ ഉമ്മമാര് അച്ഛന്മാര് നിലനിർത്താനുള്ള യുദ്ധം ഞാനിതിൻ്റെ വാപ്പാൻ ഞാൻ 4 മണി ആലോചിച്ചാൽ ഞാൻ പള്ളിയോടെ പോയി നോക്കി വെറുതെ കാണാൻ പറ്റുമെന്ന് അവരുടെ ഒരു ആഗ്രഹം അപ്പം ഞാൻ പറഞ്ഞതേ നിങ്ങളിങ്ങനെ ജാതി സംഭവം നിന്ന് കഴിഞ്ഞാൽ ജാതി രസമാണ് അവനാൻ്റെ വാപ്പാനും ഉമ്മനും അച്ഛനമ്മേനൊക്കെ സ്നേഹിപ്പിക്കാൻ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് സപ്പോർട്ട് ചെയ്യുക ചിലവരുണ്ടാവും അടുക്കാത്തവരുണ്ടാവും അങ്ങനെ സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആരാ പറഞ്ഞ പോലെ ജാതി തകർക്കുന്നതുണ്ടോ അതൊക്കെ നിങ്ങൾ ഐഡിയ പോലെ അവർക്ക് നോക്കിയിട്ട് മാക്സിമം ചെറിയ കാര്യത്തിനൊക്കെ ഒഴിവായി നിന്നിട്ട് ഹസ്ബൻഡിനൊക്കെ ഇമേജ് കൊടുത്തിട്ട് അച്ഛനും വാപ്പാക്കൊക്കെ മക്കളുടെ മുന്നിൽ വലിയൊരു സ്ഥാനം കൊടുത്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഉണ്ടാവും പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് റെസ്പെക്റ്റ് ഉണ്ടാവും അധ്യാപകരൊക്കെ എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ നിങ്ങൾ വില കുറഞ്ഞിട്ട് കുട്ടികളെ പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളൊക്കെ നന്നാക്കാനായിട്ട് വലിയ പണിയെടുക്കേണ്ടി വരും കേട്ടോ LKG പഠിപ്പിക്കുന്ന ടീച്ചറ് മാഷ് അധ്യാപകരാരും കഴിഞ്ഞാൽ അവർക്കൊക്കെ നിങ്ങൾ ശരിക്കും ഇമേജ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാക്കാണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാണ്ടല്ല ശരിക്കുള്ള ഇമേജ് നിങ്ങൾ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ സംസാരിക്കണേ കാരാട്ടൊരു പരിപാടി വന്നിട്ട് ഇവിടെ സംസാരിക്കുമ്പോൾ ഇത്ര ഡിസിപ്ലിൻ ഉള്ള ഒരു പരിപാടിയിൽ ആരും സംസാരിക്കണേ കട്ടിക്കുന്നില്ല അവിടെ വിളിച്ച് പുറത്താവും കൂട്ടാ കരാട്ടേന്ന് പുറത്താകും കരാട്ടേന്ന് നിങ്ങൾ പ്രധാന അധ്യാപിക ഞാൻ സംസാരത്തിൽ ഞാൻ വരാൻ കാരണം ഞാനിന്ന് പല പരിപാടികളും ഞാൻ റദ്ദീകരിക്കുക കരാട്ടേൽ ഒരു സ്കൂളിൽ ഞാൻ ഇതുവരെ അവാർഡ് ഇത്ര സ്കൂളിൽ ഞാൻ ക്ലാസ് എടുത്തിട്ട് ഒരു സ്കൂളിൽ ഞാൻ അവാർഡ് കിട്ടില്ല ഫസ്റ്റത്തെ ഇവിടെയാണ് ഒരു ടീച്ചറായിട്ടുള്ള സ്നേഹം ടീച്ചർക്ക് നിങ്ങളോടും കുട്ടികൾക്ക് ആ സർട്ടിഫിക്കറ്റ് വന്നിട്ട് ടീച്ചർക്ക് സാറേ ഇവിടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേക സംസാരവും പിന്നെ ഒരു ഹെഡ് ഏക്ക് ഇല്ലാത്തൊരു ടീച്ചർ ഇവിടെ വരുന്ന ഒരു ടീച്ചർ ഞങ്ങൾ കരാട്ട മാഷന്മാർക്കും ടീച്ചർമാർക്കും ഇന്ത്യ വരായി സ്കൂളിൽ ഒരു സന്തോഷമുള്ളൂ ഈ ചില മറ്റുള്ള പല സ്കൂളിലും ദുഃഖം എന്നല്ല പറയണത് അതൊക്കെ ടീച്ചറിൽ മെയിനായി നിൽക്കുന്നതാണ് പിന്നെ ഇപ്പോൾ വന്ന സാറ് പിന്നെ കരാട്ടയിൽ നമ്മളെന്തെങ്കിലും വിളിക്കണത് മൂപ്പരാൾ അപ്പം മൊത്തത്തിൽ അന്തരീക്ഷയുടെ അടിപൊളിയാണ് നമ്മളോടൊക്കെ പെരുമാറ്റം അതൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് അതൊക്കെ നോക്കിയിട്ട് കരാട്ടയ്ക്ക് പറയില്ല ഞങ്ങൾ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ശരി ഇവിടുന്ന് അതോ 4 കഴിഞ്ഞ് പോണ പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നിട്ട് വേറൊരു സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് പള്ളി സ്കൂളാണ് അപ്പോൾ കുട്ടി അവിടുന്ന് സൽമാൻ സാറാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു സാറേ ഇതൊന്ന് വരാം ക്ലാസ്സിലുള്ളതായിട്ട് അവർ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ നോക്കാം ഇവിടുത്തെ പിള്ളേരാന്ന് പറഞ്ഞ് പോണത് ടീച്ചറൊക്കെ പറഞ്ഞു കേട്ടാ ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ കരാട്ടേനായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണമെന്ന് മാർഷൽ ആർട്സ് ബെനിഫിറ്റ് ഉണ്ട് ഇവർക്ക് ആ കുട്ടിയൊക്കെ ഹനീനാണ് വരുന്ന ഹനീന ബ്ലാക്ക് ബെൽറ്റാ അതിൻ്റെ ആങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വന്നില്ലേ അവരൊക്കെ അപ്പോൾ അവരൊക്കെ ഫ്യൂച്ചറിൽ കരാട്ട ക്ലാസ് ആൾക്കാരെ ഞങ്ങളെ ട്രെയിനിങ് ക്യാമ്പിന് വരുന്നതാണ് സകല മീറ്റിങ്ങിന് വരുന്നതാണ് ആ കുട്ടിയൊക്കെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നാട്ടുകാരല്ലേ കുറച്ച് കഴിയുമ്പോൾ ക്ലബ്ബ് അവർക്ക് വിധി ഉണ്ടെങ്കിൽ കരാട്ടയിൽ വേറെ പൊസിഷനിലെത്തും അപ്പോൾ പഠിച്ചവരും നിർത്തിയവർക്കൊക്കെ വിഷമം ഉണ്ടാവും ഇതൊക്കെ ചാൻസ് കിട്ടുമ്പോൾ ടീച്ചർ അതാ പറഞ്ഞത് ഇവിടെ വരാൻ പറ്റാത്തവർക്ക് ഇവിടെ പ്രൈവറ്റ് ആ സ്ഥലത്ത് ക്ലാസ് ഉള്ളത് ഇനിയിപ്പോൾ ഇതൊക്കെ കോഴിക്കര ഏത് സ്ഥലങ്ങൾ കോഴിക്കര അവിടെ നമ്മൾ സ്ഥലത്തിൻ്റെ കൊക്കൂര് എ സി ഒക്കെ വെച്ച് നിങ്ങൾ ആ ഭാഗത്തുള്ളൂ നിങ്ങൾ വരുന്നുണ്ട് അവിടെ എ സി ഒക്കെ ഉള്ള ക്ലബ്ബാണ് റെൻറ്റും ഉണ്ട് പൈസ എന്തൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ആയിക്കോട്ടെ ഇവിടെ എ സി വയ്ക്കാൻ പറ്റുമല്ലോ അല്ല പൈസ സെയിം തന്നെയാണ് വേണ്ടി ഫീസിക്കാറില്ല ഞാൻ പറയുന്നത് പിള്ളേർ പഠിച്ചോട്ടെ വെച്ചിട്ടാ
കുട്ടികൾ നമ്മൾ ഈ ഭാഗത്തുള്ള കുട്ടികളാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് പാരൻസിനോട്. ഈ ടീച്ചർമാർ ഈ സ്കൂളിലൊക്കെ അടിക്കുമ്പോഴും പിച്ചുമ്പോഴും നിങ്ങൾ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയരുത്. ഇവിടുന്ന് ഒരു അടി കിട്ടിയെന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരു അങ്കടി കൊടുക്കുക. അല്ലാണ്ട് പിന്നെ പിച്ചിട്ട് അടിച്ചിട്ടൊക്കെ ഏതൊരു കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ടാകും എവിടെയെങ്കിലും. പാരൻസ് കുട്ടികളെ കേസിൽ ടീച്ചർമാരൊക്കെ പഠിക്കും. നിങ്ങളൊന്ന് പഠിപ്പിക്കാതിരിക്കുക. പിള്ളേരെ തല്ലി നാശാക്കും അല്ലേ? പഠിക്കാൻ പറ്റുമോ? ശത്രുക്കളാവും. ചിരിച്ച് കളിച്ച് പോയി അച്ഛനും അമ്മയും വാപ്പും ഉമ്മൊക്കെ കാണാൻ ജാതി ബുദ്ധം പഠിച്ച് മുഖമൊക്കെ ജാതി പ്രത്യേകം കണ്ടു എന്തൊരു മോന്ത എങ്ങനെയാണ് ആ നിലക്കിലേക്ക് എത്തിക്കും കുട്ടികൾ നിങ്ങൾ. അപ്പോൾ ടീച്ചർമാരെ അവസാനിപ്പിക്കുക. ഞാനൊരു അധ്യാപകനാണ്. ഞാനിത് പറയേണ്ട കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഫീഡ്ബാക്ക് നോക്കിയിട്ട് ഇക്കൊല്ലം കരാട്ടെ ക്ലാസ് എടുക്കണമല്ലോ. എല്ലാ സ്കൂളും എടുക്കണില്ല. ഒന്ന് ഞങ്ങൾക്ക് കുറേ സ്കൂളായതുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട്. ചില സ്കൂളുകൾ ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ഇക്കൊല്ലം ഞങ്ങൾ 5 വർഷം മുന്നേ എടുത്ത്. ഇപ്പോൾ അൻസാർ സ്കൂളൊക്കെ ഞങ്ങൾ എടുക്കാത്ത സ്കൂളാണ്. ഇപ്പോൾ ഇക്കൊല്ലം അൻസാർ സ്കൂളിൽ വരുമ്പോൾ അവർ വീണ്ടും ഞങ്ങൾ കരാട്ടെ എടുക്കുന്നത്. പ്രസൻറ്റ് കുറേ സ്കൂളുണ്ടാണ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള സ്കൂളൊക്കെ കിട്ടിക്കണത്. അപ്പോൾ ഈ മാഷുമാരൊക്കെ കൂടി എല്ലാവരും കൂടിയിട്ട് പിന്നെ ഞങ്ങൾ പല മാഷുമാരും നിങ്ങൾക്കറിയാലോ, ഇവിടെ നിങ്ങൾ പഠിക്കുന്ന പല മാഷുമാരും പുറത്താണ്. ഒക്കെ ജോലി കിട്ടി പുറത്തേക്ക് പോയി. ഇവിടെ പഠിപ്പിച്ചിരുന്ന മാഷ് പോയി. അവരെ കൂടെ പോകുമ്പോൾ വേറൊരു മാഷ് പോയി. പല മാഷുമാരും ഇവിടെ വന്നിരുന്നവർ ഇപ്പോൾ പലരും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുഞ്ഞു മക്കളെ, നിങ്ങൾ മാർഷൽ ആർട്സ് സംഭവമാണ്. നിങ്ങൾക്ക് ഈ 2025 ഒരു വെറൈറ്റി കൊലപാതകങ്ങളാണ്. പലതരത്തിലുള്ള കേസസും കൂടുതലാണ്. നമ്മുടെ മാറ്റി പിടിച്ച ആദ്യം ചാരായം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ചാരായം എന്നുള്ളത് കേട്ടിട്ടുണ്ടല്ലോ എപ്പോഴും. കാര്യം പണ്ടൊക്കെ ചാരായം കേട്ടിരുന്നില്ലേ? ഇപ്പം കേൾക്കണ്ട. ബാക്കി ചാരായം എന്നുള്ളത് കേൾക്കണ്ട. ചാരായം നിങ്ങൾക്ക് പാപങ്ങളായിട്ടുള്ളൂ. ഒന്നിനും പറ്റാതെ പറയാ. കല്ല് കേട്ടിട്ടുണ്ട്. കല്ല് 5 ബിസ്കറ്റ് കുടിക്കുന്നവരൊക്കെ അവർക്ക് എന്തോന്നും കഴിവില്ലാത്ത പോലെ ഇപ്പൊ അവരൊക്കെ പാവങ്ങളായിപ്പോ. അവർ മാസം കഞ്ചാവ് പോലും ഇപ്പൊ എന്തൊരു ഒന്നിനും പറ്റാത്തവരായിപ്പോ കഞ്ചാവ് അടിക്കുന്നവരൊക്കെ. ഇപ്പൊ വേറെ വെറൈറ്റി ലഹരിയാ. ആ വെറൈറ്റി ലഹരിക്ക് വെറൈറ്റി സ്വഭാവമുണ്ട്. അത് വെറൈറ്റി ആയിട്ടുള്ള അല്ലെന്ന് കണ്ടിട്ടില്ല. ഇപ്പൊ കൊലപാതകമൊക്കെ നോർമലാ. കൊലപാതകം മാത്രമല്ല, മക്കളെ പെൺകുട്ടികളും ആൺകുട്ടികളും പ്രസവിച്ച കുട്ടികളൊന്നും മനസ്സിലാവുന്നില്ല. ഒരു വയസ്സാണ് 6 മാസമാണെന്ന് മനസ്സിലാവാത്ത ആൾക്കാരായില്ലേ. ശ്രദ്ധിക്കുക. ലഹരിയായിട്ട് ബന്ധപ്പെടാണ്ടിരിക്കാൻ നമ്മളെ പോലത്തെ. അതിപ്പോൾ ഞങ്ങളെന്നല്ല, പല ആൾക്കാരുണ്ടാവും ഇങ്ങനെ ചായയും കാപ്പിയും കുടിക്കാണ്ട് പാരൻസിനായിട്ട്. നിങ്ങളിവിടെ പാരൻസ് ഒന്നുണ്ട്. മറ്റു ചോദ്യം, നിങ്ങൾക്ക് ഇന്ന് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് തരുന്ന ദിവസമാണ്. ഇതിൽ ഉമ്മ കൊടുത്തിരിക്കുന്ന എത്ര പാരൻസ് ഉണ്ടാവും? അച്ഛനും അമ്മയ്ക്കും വാപ്പാക്കും ഉമ്മാക്കും ഉമ്മ കൊടുത്തിരിക്കുന്ന എത്ര കുട്ടികളുണ്ടാവും ഇവിടെ? പാരൻസിലുള്ള പാരൻസിൽ ഒന്ന് കൈബന്ധിച്ച ആര് മോനുണ്ടോ? മോനോ വാങ്ങിക്കണത്. അതായത് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടികൾ പാരൻസിന് ഉമ്മ കൊടുത്തൊരു കൈബന്ധിച്ച കുട്ടികൾ പാരൻസിന് ഉമ്മ കൊടുത്തവര്. പാരൻസ് ഉമ്മ കൊടുത്തല്ലേ ചോദിച്ചത്. കുട്ടികൾ പാരൻസിന് ഉമ്മ കൊടുത്തൊരു ആരെങ്കിലും കൈബന്ധിച്ച. ഈ ഉമ്മ കൊടുക്കാത്തവരുണ്ടോ? ഉമ്മ കൊടുക്കാത്തവര് പാരൻസ് കൂടെ ഉണ്ടോ? നിങ്ങൾ ഉമ്മ കൊടുക്കാത്തവരെ പാരൻസ് കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ പോയി ഉമ്മ കൊടുത്തോ. സീരിയസ് ആയിട്ട് എനിക്കൊന്നും ഇഷ്ടമല്ല. നിങ്ങൾ ഉമ്മ കൊടുക്കാത്ത പാരൻസിന് ഉമ്മ കൊടുക്കാത്ത മക്കളൊക്കെ എങ്ങനെ കൊടുക്കുക? ഇതൊക്കെ വലിച്ചെറിയില്ല. ഞാൻ ആർക്ക് വേണം? മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കളൊക്കെ രാജാവെന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്യുമോ? അല്ലേ? മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കളെ ആരും മൈൻഡ് ചെയ്യാൻ? രാജാവെന്ന് പറഞ്ഞ മൈൻഡ്. ആര് കൊടുക്കാത്തത്? ഇവിടെ ഉണ്ടാ പാരൻസ് ഉണ്ടോ? ഉമ്മ കൊടുക്കാത്തതുണ്ടാ? എന്താ ഉമ്മ കൊടുത്താ? ഉമ്മ കൊടുത്ത്. കുഴപ്പമില്ല. ഉപ്പല്ല. യൂണിഫോം ആരെ വാങ്ങിച്ചെന്ന് പൈസ അറിയുന്നത്? ഉമ്മ. ഉപ്പ. ഈ ടെസ്റ്റിന് ഇറങ്ങാൻ ആരെ പൈസ തന്നെ? ഉപ്പ. ഈ വേൾഡ് റെക്കോർഡിന് ഇറങ്ങാൻ 300 രൂപ ആരെന്ന്? എന്നിട്ട് ഉമ്മാക്കും കൊടുത്തിട്ട് പോകുന്നില്ലേ? ഉമ്മ ഉണ്ടാ? ഉപ്പാരാ? എന്റെ മക്കളെ എന്നതാട്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ശാക്കളികളും കൊടുക്കണം. മാതാവ് തൊട്ടടി ഉമ്മ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അത് കേൾക്കണ്ട. നിങ്ങൾ പറഞ്ഞേ നിങ്ങൾക്ക് ഉമ്മ വരുമ്പോൾ ഉപ്പാടുണ്ടെങ്കിൽ പകുമ്പോഴത്തേന് ഒറ്റല്ല കളിക്കാൻ പോകുന്നത് തട്ടില്ല കൊടുക്കാൻ സീരിയസ് കൊള്ളാം. ഒന്നിനും പറ്റാത്ത 4 പോലെ മക്കൾ കുറച്ച് കഴിഞ്ഞാൽ കേൾക്കണ്ട. ഉപ്പ അവിടെ നിൽക്കുക, അച്ഛൻ അവിടെ നിൽക്കുക. ചുമ്മാ കുമ്മക്ക് പുറത്തേക്ക് ഇറങ്ങുക. എന്തൊരു അവസ്ഥ ആലോചിക്കുക. നമ്മള് പറയാനൊന്നുമില്ല. അടുത്ത രാത്രി അടുത്ത കൊല്ലം ഉണ്ടാവും.
ഈ ബന്ധംകാരുണ്ട്. ഈ ബന്ധത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ഇപ്രാവശ്യമൊക്കെ 3 സ്കൂളിൽ ഞങ്ങൾ മാറുന്നുണ്ട്. 3 സ്കൂളിൽ നിന്ന് ഓൾറെഡി മുന്നിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ആക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അണ്ടറിൽ നടത്തില്ല, വേറെ മാഷന്മാരായിരിക്കും. ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഇവിടുത്തെ അന്തരീക്ഷം അടിപൊളിയാണ്. അപ്പോൾ പാരൻസിന് ഏതെങ്കിലും കാര്യം മനസ്സിലായില്ലോ. പിന്നെ നായ പട്ടി ഇതൊക്കെ കടിക്കണ ഒരു കാലഘട്ടമാണ്. ഒരെണ്ണം വെള്ളത്തിൽ മുങ്ങി ചാവുണ്ട്. നിങ്ങൾ ഈ നായ കടിച്ച് പിന്നൊരു കുട്ടി മരിച്ചല്ലോ, ചെയ്യാന്നാണ് വേണ്ടത്. അതിന് മുന്നൊരു കുട്ടിക്ക് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു. ഇതൊക്കെ നിൽക്കണമെങ്കിൽ ഈ നിയമമൊക്കെ മാറണമെങ്കിൽ ഈ നിയമം പാസ്സാക്കണ വീട്ടുകളിലെ കുട്ടികളെ കടിച്ചിട്ട് കൊല്ലണം. അല്ലാത്തോടൊന്നും നിയമം മാറില്ല. അങ്ങനല്ലേ? ഈ നിയമം പാസ്സാക്കാൻ കഴിവുള്ള ആരോ അവരെ വീട്ടിലെ കുട്ടികളെ കടിച്ചിട്ട് നായ കൊല്ലണം. ഒന്നൊന്നല്ല, ആർക്കൊക്കെ ഇത് പാസ്സാക്കിയിട്ട് ഈ ആലോചിക്കും നിങ്ങൾ. ഇന്ന്